രാഷ്ട്രീയം എപ്പോഴും വലിയ നാടകവേദികളാണ്. എന്നാൽ ചില രംഗങ്ങൾ അരങ്ങേറുമ്പോൾ അതിൽ ഒളിപ്പിച്ച തിരക്കഥകൾ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിൽ ഉള്ളതാണോ എന്ന് സംശയിച്ചു പോകും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രശസ്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള തുറന്ന ഏറ്റുമുട്ടലിലൂടെ കുതിച്ചുയർന്ന ഒരു സമയത്താണ് PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. പുറമേന്ന് നോക്കിയാൽ ഇത് ഇടതുമുന്നണിയിലെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ആരോഗ്യപരമായ വാദപ്രതിവാദം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ ഘടകകക്ഷി നടത്തിയ ഒരു വീറോടെയുള്ള പോരാട്ടം. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിലെ യഥാർത്ഥ ലക്ഷ്യവും അണിയറ രഹസ്യങ്ങളും വെളിപ്പെടുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ നേതൃത്വം ജനങ്ങളെ എത്ര സമർത്ഥമായാണ് കബളിപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടി വരും. ഈ വിഷയത്തിന്റെ തുടക്കം LDF-ലെ രണ്ടാമത്തെ പ്രബല കക്ഷിയായ CPI-യുമായി ഒരു കൂടിയാലോചന പോലും നടത്താതെ PM-ശ്രീ എന്ന കേന്ദ്ര പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ CPM നേതൃത്വം നൽകുന്ന സർക്കാർ തീരുമാനമെടുത്തതോടെയാണ്.